ഈ ഒരു സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഒരു തേനീച്ചകൾ. പ്രത്യക്ഷത്തിൽ ഇവർ അപകടകാരികളൊന്നും അല്ല, എന്നാലും നമ്മൾ അങ്ങോട്ട് ചൊറിയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഉറപ്പായിട്ടൊരു കുത്ത് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു മോശം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തുക നമ്മൾ പിഴയടയ്ക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ഇവർ VIP തന്നെയാണ് ഇവിടുത്തെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഇവരുടെ ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തേനീച്ച കൊത്തിയാൽ വാദം വരില്ല എന്നൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ കൊത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയൊക്കെ ആയിരിക്കും, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്കൊരു കൊത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ മുള്ളെടുത്ത് കളയാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഐസ് എടുത്തിട്ട് അവിടെ വെക്കുക. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കട്ടുകഴുപ്പൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നല്ല സുഖമായിരിക്കുമല്ലോ, ഈച്ച കൊത്തിയിട്ടുള്ളവർക്കറിയാലോ ആ ഒരു സുഖം. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പനിയോ വിറയലോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഡോക്ടറെ പോയി കാണണം. അല്ലെങ്കിൽ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ഈച്ചയുടെ വലിപ്പം കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും, കാരണം ഈച്ചയാണല്ലോ.